പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDPI പിന്തുണയോടെ ജയിച്ച UDF പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഭരിച്ച പഞ്ചായത്താണ് കോട്ടാങ്ങൽ. വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ BJPക്ക് ലഭിച്ചു. അയിരൂർ പഞ്ചായത്തിൽ LDFും UDFും ഒന്നിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPയെ പുറത്താക്കി സ്വതന്ത്രനെ പ്രസിഡന്റാക്കി. ഷിജോ കുര്യൻ പത്തനംതിട്ടയിലും ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, പത്തനംതിട്ടയിലും സമാനമായി പല ട്വിസ്റ്റുകൾ നടന്നു. അതിൽ ഈ പറയുന്നത് പോലെ അയിരൂർ പഞ്ചായത്തിലടക്കം വലിയ സർപ്രൈസുകളാണ് സംഭവിച്ചത്. വിശദാംശങ്ങൾ എന്താണ്? ത്രിതല പഞ്ചായത്തിലേക്കുള്ള അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം കൗതുകമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് വലിയ ചില അത്ഭുതങ്ങൾ, ചില സർപ്രൈസ് എൻട്രികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ. അതിൽ ഏറ്റവും അധികം ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുള്ളത് കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലാണ്. കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ LDF ആണ് ഭരിച്ചിരുന്നത്. അവിടെ LDFന് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും SDPIയുടെ പിന്തുണയോടുകൂടി കഴിഞ്ഞ ടൈമിൽ LDF ഭരിച്ച ഒരു പഞ്ചായത്താണ് കോട്ടാങ്ങൽ. അവിടെ ഇത്തവണ LDF ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. LDFന് ആകെ ഒറ്റ സീറ്റ് മാത്രമാണ് കോട്ടാങ്ങൽ കിട്ടിയത്. അവിടെ UDFും BJPയും 5 സീറ്റ് വീതം നേടി അവിടെ തുല്യശക്തികളായിരുന്നു കോട്ടാങ്ങലിൽ. അപ്പോൾ അവർക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിർണായക ശക്തിയായത് SDPI ആണ്. അപ്പോൾ SDPI 3 സീറ്റ് കിട്ടിയതിന് പിന്നാലെ ഞങ്ങൾ UDFനെ അങ്ങ് പിന്തുണച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ഞങ്ങൾക്കൊരാളുടെയും പിന്തുണ വേണ്ട എന്ന് UDF നേതൃത്വം പറയുന്നു. എന്തായാലും ഇന്നിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് KV ശ്രീദേവിയാണ്. KV ശ്രീദേവിക്ക് UDFന്റെ ഭാഗത്ത് നിന്ന് 5 വോട്ടും SDPIയുടെ 3 വോട്ടും കിട്ടി. അങ്ങനെ 8 വോട്ട് കിട്ടി. KV ശ്രീദേവി കോട്ടാങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ജയിച്ചു. പക്ഷേ അപ്പോഴും SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. എന്തായാലും ഇനിയിപ്പോൾ ഒരു മാസത്തിനിപ്പുറത്തേക്ക് കോട്ടാങ്ങലിൽ വീണ്ടും അധ്യക്ഷയെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. അവിടെയും സമാനമായ സാഹചര്യമാണെങ്കിൽ മുൻ വർഷങ്ങളിൽ കണ്ടതുപോലെ കോടതി വ്യവഹാരങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. എന്നാൽ അല്പസമയം മുമ്പ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ BJP വൈസ് പ്രസിഡന്റ് സ്ഥാനം കോട്ടാങ്ങലിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. KK ഹരികുമാർ കോട്ടാങ്ങലിൽ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. 5 വോട്ട് ഹരികുമാറിന് കിട്ടി. കോൺഗ്രസിനും 5 വോട്ട് തന്നെയാണ് കിട്ടിയത്. SDPIയുടെ സ്ഥാനാർത്ഥിക്ക് 3 വോട്ടും. അപ്പോൾ നറുക്കെടുപ്പ് വേണ്ടി വന്നു. അങ്ങനെയാണ് ഹരികുമാർ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയത്. മറ്റൊരു രീതിയിലൊരു ത്രില്ലുണ്ടായത് അയിരൂർ ഗ്രാമപഞ്ചായത്തിലാണ്. അയിരൂരിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. അവിടെ NDA 6 സീറ്റ് നേടി തങ്ങൾ അവിടെ ആ പഞ്ചായത്ത് ഭരിക്കുമെന്ന് കരുതിയതാണ്. എന്നാൽ അവിടെയാണ് LDFും UDFും സംയുക്തമായി ചേർന്നുകൊണ്ട് വിമതനെ ഒപ്പം കൂട്ടി അയിരൂർ ഗ്രാമപഞ്ചായത്ത് NDAയിൽ നിന്ന് പിടിച്ചെടുത്തത്. അപ്പോൾ അവിടെ അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ വിമതൻ സ്ഥാനാർത്ഥി പഞ്ചായത്ത് പ്രസിഡന്റാകും. അവിടെ UDFും LDFും ഒന്നിക്കുന്നു, വിമതനെ ഒപ്പം കൂട്ടുന്നു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന NDA 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. അതാണ് മറ്റൊരു ടെസ്റ്റ്. അതിൽ ഏറ്റവും വലിയ മറ്റൊരു കൗതുകമുണ്ടായത് പുറമറ്റം ഗ്രാമപഞ്ചായത്തിലാണ്. പുറമറ്റം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കാലം കുറയായിട്ട് UDFിനൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അവിടെയും ഇത്തവണ അവിടെയും UDF തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. 7 സീറ്റ് നേടി UDF അവിടെ ശക്തി കാണിച്ചതാണ്. പുറമറ്റം അവിടെ UDF ഭരിക്കുമെന്ന് ഉറപ്പിച്ചതാണ്. അവിടെ 5 സീറ്റ് മാത്രമാണ് LDFന് കിട്ടിയത്. 2 വിമതർക്ക്, കോൺഗ്രസ് വിമതർ കൂടി അവിടെ ജയിച്ചിരുന്നു. അപ്പോൾ ഈ കോൺഗ്രസ് വിമതരെ ഒപ്പം കൂട്ടാനായിട്ട് ഈ പറയുന്ന UDF നേതൃത്വം വിസമ്മതിച്ചതാണ് UDFന് തിരിച്ചടിയായത്. ഈ 2 ജയിച്ച റിനിയും സനലും LDFിനൊപ്പം ചേരുകയും LDFിനൊപ്പം ചേർന്നുകൊണ്ട് റിനി സനൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് PJ കുര്യൻ എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റിനിയും ഭർത്താവ് സനലും രംഗത്ത് വരുന്നത്. പാർട്ടിയിലെ കോൺഗ്രസിലെ UDFനെ നശിപ്പിക്കാൻ വേണ്ടി PJ കുര്യൻ ശ്രമിക്കുകയാണ് എന്ന് റിനിയും സനലും ആരോപിച്ചു. അവർക്ക് മറുപടിയുമായിട്ട് ഈ പറയുന്ന PJ കുര്യൻ രംഗത്ത് വരുന്നു. അങ്ങനെ പുറമറ്റം, ഈ പറയുന്ന കോട്ടാങ്ങൽ, അങ്ങനെ ഇങ്ങനെ തുടങ്ങിയുള്ള ഈ അയിരൂർ അടക്കമുള്ളടത്ത് കൗതുകവും അത്ഭുതവും ത്രില്ലും ഒക്കെ ഉണ്ടായപ്പോൾ നാരങ്ങാനത്ത് ഉണ്ടായിട്ടുള്ള കൗതുകം എന്ന് പറയുന്നത്, നാരങ്ങാനത്ത് BJPയുടെ പ്രതിനിധി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വൈസ് പ്രസിഡന്റുമാണ്. അങ്ങനെ ഒരു കൗതുകമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാവിലെ നറുക്കെടുപ്പിലൂടെ നാരങ്ങാനത്ത് BJP പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുക്കുന്നു. ഉച്ചകഴിഞ്ഞ ശേഷമുള്ള വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രതിനിധി വൈസ് പ്രസിഡന്റ് ആകുന്നു. അങ്ങനെ ഒരു കൗതുകമൊക്കെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഇതിനകത്ത് ചിലയിടങ്ങളിൽ ഈ പറയുന്ന അത്ഭുതങ്ങൾ സംഭവിച്ചു. അത് ഒന്ന് അയിരൂരിലാണ്. ഈ പറയുന്ന രീതിയിൽ NDAനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന LDFും UDFും വിമതനെ ഒപ്പം കൂട്ടിക്കൊണ്ട് NDAനെ മറിച്ചിടുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിരണത്ത് 2 സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി UDF അധികാരത്തിലേക്ക് വന്നു. അങ്ങനെ മറ്റിടത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഈ പറയുന്ന കവിയൂരിൽ LDF നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുത്തു. അതോടൊപ്പം അവിടെ വൈസ് പ്രസിഡന്റായിട്ട് വരുന്നത് BJP ആണ്. അത്തരത്തിലുള്ള ചില നീക്കുപോക്കുകളൊക്കെയാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വിമതർ ചിലയിടങ്ങളിൽ വലിയ തരത്തിൽ അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രജിൻ, പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.